Hi friends, welcome to my channel. I am Shafita. Tallyprimemൽ ഒരു കമ്പനിയെ ബേക്കപ്പ് ആൻഡ് റീസ്റ്റോർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ കമ്പനി ഡാറ്റാസിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Tallyprimemൽ എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നത്? സിസ്റ്റം എറർ ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ കമ്പനി ഡാറ്റാസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് Tallyprimemൽ ഒരു കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. അതിന്റെ ഷോർട്ട് കീ വരുന്നത് Alt+Y ആണ്. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിലുണ്ടായിരിക്കും ബേക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ്. അതിന്റെ താഴെ നമുക്ക് ഡാറ്റ പാത്ത് കാണാം. ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ പാത്ത് അതിൽ കാണിക്കും. അതുപോലെ തന്നെ കമ്പനി ബേക്കപ്പ് പാത്തും കാണിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്തിനെ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ബേക്കപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിൽ തന്നെ ബേക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് ബേക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് ആണ്. അതിൽ C:/ അതാണ് അതിൽ പാത്തായിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് പുതിയൊരു പാത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിൽ കാണാം സ്പെസിഫൈ പാത്ത് എന്ന് റൈറ്റ് സൈഡിൽ കാണാം. അതുപോലെ തന്നെ സെലക്ട് ഫ്രം ഡ്രൈവ്, നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്കാണ് കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡ്രൈവിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ല ഇനി ഒരു പാത്ത് പുതുതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെസിഫൈ പാത്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയൊരു പാത്തിനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ C:/ വന്നിട്ടുള്ള പാത്തുകളാണ് ഇതെല്ലാം. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്ത് സെലക്ട് ചെയ്താലും മതി. അപ്പൊ ഞാൻ പുതിയൊരു പാത്ത് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്പെസിഫൈ പാത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ സ്പെസിഫൈ ഫയൽ പാത്ത് ചോദിക്കുന്നുണ്ട്. ഫയലിന് എന്താണോ പേര് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. അപ്പൊ ഞാനിവിടെ ABC എന്നാണ് ഫയലിന് പേര് കൊടുത്തിട്ടുള്ളത്. എൻ്റർ ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്, അതായത് C:/ABC എന്ന് പറയുന്ന ഈ ഒരു പാത്തിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അതിൽ യെസ് കൊടുക്കുക. അപ്പൊ ഇവിടെ ആ ഒരു പാത്ത് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ കമ്പനി നെയിം ആണ് സെലക്ട് ചെയ്യാനുള്ളത്. ഇപ്പൊ ഇതിൽ നാഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനിയാണോ ബേക്കപ്പ് ചെയ്യേണ്ടത് ആ ഒരു കമ്പനീനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ നാഷണൽ ട്രേഡേഴ്സ് എന്ന കമ്പനീനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് ആണ്. അതായത് ഈ ഒരു കമ്പനി മാത്രമേ നമ്മൾ ഇവിടെ ബേക്കപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അടുത്തതായിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കമ്പനിയെ ബേക്കപ്പ് ചെയ്തു. ഇനി അത് ഫയലിൽ വന്നിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഞാനിവിടെ ദിസ് PC-ൽ അതില് C ഡ്രൈവിൽ നോക്കാം. അപ്പൊ ഇവിടെ ABC എന്ന് പറയുന്ന ഈ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ കമ്പനി ബേക്കപ്പ് ആയിട്ടുണ്ട്. TBK900 ഈ ഒരു പേരിലാണ് കമ്പനി ബേക്കപ്പ് ആവുക. അല്ലാണ്ട് നമ്മുടെ കമ്പനിയുടെ പേര് ഒരിക്കലും ഇവിടെ വന്ന് കിടക്കില്ല. ബേക്കപ്പ് ചെയ്യുന്ന കമ്പനിയുടെ ഷോർട്ടായിട്ട് വരുന്നതാണ് TBK900. അതായത് ഇതിന്റെ സീരിയൽ നമ്പർ ആണ് ഈ വന്നിട്ടുള്ളത്. കമ്പനിയുടെ സീരിയൽ നമ്പർ ആണ് ഈ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനി ഇവിടെ ബേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കമ്പനിയെ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യാന്നുള്ളത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ ഈ കമ്പനിയെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ Alt+K, അതായത് കമ്പനി എന്നുള്ള ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിലുണ്ടായിരിക്കും ആൾട്ടർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് Alt+D കൊടുക്കുക. ഓക്കെ, ഡിലീറ്റില് S കൊടുത്തു. നമ്മുടെ കമ്പനി ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പനിയെ റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി Alt+Y, അതായത് ഡാറ്റ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ റീസ്റ്റോർ സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ C:/ ഇതിൽ നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്ത് ഇതിലുണ്ടായിരിക്കും. ABC എന്നാണ് ഞാൻ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ABC എന്ന് പറയുന്ന പാത്തിനെ സെലക്ട് ചെയ്യാം. അപ്പൊ അതിലുണ്ടായിരിക്കും നാഷണൽ ട്രേഡേഴ്സ് എന്നുള്ള കമ്പനി. അത് സെലക്ട് ചെയ്യാം, എന്റർ, ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ കമ്പനി വീണ്ടും റീസ്റ്റോർ ആയിട്ടുണ്ട്. നാഷണൽ ട്രേഡേഴ്സ്, നമുക്ക് ആ കമ്പനിയെ സെലക്ട് ചെയ്യാം.
ഓക്കെ, കമ്പനിയെ നമ്മൾ റീസ്റ്റോർ ചെയ്ത്. അപ്പൊ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു കമ്പനിയെ ബേക്കപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നതും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഡാറ്റാസ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഓരോ ദിവസം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കമ്പനിയെ ബേക്കപ്പ് ചെയ്യുക, പിന്നീട് നമുക്ക് കമ്പനി ഡാറ്റാസ് നഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കമ്പനി ഡാറ്റാസിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ April 1 to March 31 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരുമ്പോൾ എന്തായാലും നമ്മൾ കമ്പനിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ പുതുതായിട്ട് ഒരു കമ്പനിയെ പിന്നെ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുക, പകരം നമ്മൾ കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡാറ്റ എന്ന് പറയുന്ന മെനു എടുക്കുക, അതിലുണ്ടായിരിക്കും സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സ്പ്ലിറ്റ് സെലക്ട് ചെയ്യാം, അതിൽ സ്പ്ലിറ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കമ്പനിയുടെ നെയിം കാണിക്കുന്നുണ്ട്, നാഷണൽ ട്രേഡേഴ്സ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഫ്രം എന്നുള്ള ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള 1 September 21 എന്നുള്ള ഡേറ്റ് ആണ് കിടക്കുന്നത്. നമുക്ക് ആ ഡേറ്റ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ താഴെ തന്നെ കാണാം നെയിം ഓഫ് ഫസ്റ്റ് കമ്പനി നാഷണൽ ട്രേഡേഴ്സ്, ഫ്രം ഡേറ്റ് 1 April 21 ആണ്. നെയിം ഓഫ് സെക്കൻഡ് കമ്പനി എന്ന് പറയുന്നത് 1 September 21. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 6 മാസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താണ് ഒരു വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വേറൊരു കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇവിടെ സ്പ്ലിറ്റ് ഫ്രം എന്നുള്ളത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാൻ. അപ്പൊ അടുത്തതായിട്ട് വരുമ്പോ 1 April 22 ആണ് വരിക. അപ്പൊ ആ ഡേറ്റ് ഇവിടെ മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്റർ ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ എസ് കൊടുക്കുക. ഇവിടെ കമ്പനി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 3 കമ്പനിയാണ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാഷണൽ ട്രേഡേഴ്സ് എന്ന കമ്പനി ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സെയിം കോപ്പിയാണ് ഈ വരുന്നത്. നാഷണൽ ട്രേഡേഴ്സ് ഫ്രം 1 April 21 എന്നുള്ളത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത അതേ കമ്പനിയുടെ കോപ്പിയാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഫ്രം 1/4/22, അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിനുള്ള കമ്പനിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള 1/4/21 to 31 March 22 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറിലുള്ള ഈ കമ്പനിയിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ 1 April 22 എന്ത് ചെയ്യണം, പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ക്ലോസിംഗ് ബാലൻസ് ഒക്കെ കൊടുത്തതെല്ലാം ഇവിടേക്ക് അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കോപ്പി ആയിട്ട് വരും. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകളൊന്നും നമുക്ക് രണ്ടാമത് എന്ത് ചെയ്യേണ്ട, ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ലെഡ്ജർ അക്കൗണ്ടുകളെല്ലാം പിന്നീട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ള കമ്പനിയിലേക്ക് അത് കോപ്പി ആയിട്ട് വരും. അപ്പൊ അവിടെ ക്ലോസിംഗ് ബാലൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളതെല്ലാം ഇവിടേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അതിലെല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് വേണം അത് ക്ലോസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പനി നമുക്ക് ഇവിടെ ആവശ്യമില്ല. നാഷണൽ ട്രേഡേഴ്സ് ഫ്രം 1/4/21 എന്നുള്ള ഈ കമ്പനി നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതേ സെയിം കമ്പനി തന്നെയാണ് നാഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി, അത് കോപ്പി ആയി വന്നതാണ്. അപ്പൊ ഈ ഒരു കമ്പനി നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അതിന് കമ്പനി എടുക്കുക, അതിൽ ആൾട്ടർ എടുക്കുക. അപ്പൊ ഇവിടെ 1/4/21 എന്നുള്ള കമ്പനീനെ സെലക്ട് ചെയ്യാം, ആൾട്ട് ഡി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്നത് 2 കമ്പനി. നാഷണൽ ട്രേഡേഴ്സ് ഒന്ന് ഫിനാൻഷ്യൽ ഇയർ വരുന്നത് 1/4/21 to 31 March 22. അടുത്ത നാഷണൽ ട്രേഡേഴ്സ് കമ്പനി ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 April 22 ആണ്. അത് 31 March 23 വരെയാണ് അതിന്റെ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിൽ കമ്പനി ഡാറ്റാസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേക്കപ്പ് ആൻഡ് റീസ്റ്റോർ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ടാലി പ്രൈമിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.